9ാം ക്ലാസ് ഫിസിക്സ് പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിനും പഠിക്കുന്ന ടോപ്പിക്സ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ കാണേണ്ട വീഡിയോ. ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഓരോ ചാപ്റ്ററിലെ ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടുമോ അല്ലെ എ പ്ലസ് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പരീക്ഷ ഈസി ആയവരാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ നിങ്ങൾ പാസ് പോലും ആവില്ല. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഓരോ ചാപ്റ്ററിനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലായിരിക്കും പറയാം, പക്ഷെ മലയാളത്തിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തന്റെ പ്രതിപദനവും അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒപ്റ്റിക്കൽ ഫൈബർ, ആ ആപ്ലിക്കേഷൻസ് ഒക്കെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പെരിസ്കോപ്പ് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അവിടെ നിന്ന് ഒരു ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ക്രിട്ടിക്കൽ ആംഗിൾ, അത് റേ ഡയഗ്രാം തന്നിട്ട് അതിന് ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറയും. ബേസിക്കലി ഈ ആംഗിളാണ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കണം. പിന്നെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, സാമാന്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. n=c/v എന്ന് പറഞ്ഞ ഫോർമുല, അതെന്തായാലും പഠിച്ചു വെക്കണം. ഇത് വേണമെങ്കിൽ പഠിച്ചു വെച്ചാൽ മതി, ഇതെന്തായാലും പഠിച്ചു വെക്കണം. അതിൻ്റെ 1-2 ന്യൂമറിക്കലെങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്യുന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ ഓരോ മീഡിയത്തിനും ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ വാല്യൂസ് ഒന്നും പഠിക്കണ്ട, വേറെ വേറെ ആയിരിക്കും എന്നുള്ള കാര്യവും ജസ്റ്റ് അവൻ്റെ തിയറി ഒന്ന് വെറുതെ നോക്കിയേക്കാം. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത്. ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ബെൻഡിങ്, അതായത് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് വരുമ്പോഴും കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്ക് വരുമ്പോൾ എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുക, ടുവേർഡ്സ് നോർമൽ, ലംബത്തിനടുത്താണോ എവേ ഫ്രം നോർമൽ ആണോ ലംബത്തിന് അകന്നാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാനോ അതിൻ്റെ തിയറി ചോദ്യങ്ങളോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പഠിച്ചു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിന് എന്തായാലും പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ചെറിയ ചാപ്റ്ററാണ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇക്വേഷൻസ് ഓഫ് മോഷൻ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ഡിഫറൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യങ്ങളും ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. ഈ 3 ഇക്വേഷനുള്ള ചോദ്യം 100% ഉറപ്പാണ്. 99 പോലും അല്ലെ 90% ഒന്നല്ല, 100% ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചുള്ള ന്യൂമറിക്കൽ വന്നിരിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൽ വേറെ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇതെങ്കിലും പഠിച്ചെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നാണ് ആക്സിലറേഷൻ ചോദിക്കാം, ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് എന്നാണ് നിങ്ങളോട് എന്ത് ചെയ്യാം, വെലോസിറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഗ്രാഫ് ഒന്ന് ചെയ്തു എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്കെയിലാറും വെക്ടറാറൊക്കെ ഒന്ന് പഠിച്ച്, വെക്ടറും തമ്മിൽ ഡിഫറൻസ് ഒക്കെ പഠിച്ചു വെക്കുക. 2-3 എക്സാമ്പിൾ പഠിച്ചു വെക്കുക. സ്പീഡും വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള 2-3 ചോദ്യങ്ങൾ വേണേൽ പഠിച്ചു വെക്കുക. ഓക്കെ, വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ആണ്, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, പക്ഷേ ഇതുമാണ് ഏറ്റവും ഞാൻ പറയുകയാണ് ഈ ചാപ്റ്ററിൽ എന്തായാലും പഠിക്കണം. ഗ്രാഫും പിന്നെ ഈക്വേഷൻ വെച്ചുള്ള ചോദ്യങ്ങളും പഠിക്കാതെ പോകരുത്. ലോസ് ഓഫ് മോഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മൊമെന്റത്തിന്റെ ഫോർമുല പഠിച്ചു വെക്കണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഫോർമുല പഠിച്ചു വെക്കണം. എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബേസിക്കലി ഫോഴ്സ് ആണ് കേട്ടോ, m × v - u/t ആണ്. അപ്പോൾ അതൊന്ന് മൊമെന്റ് വ്യത്യാസത്തിന്റെ നിരക്ക് കേട്ടോ, അതൊന്ന് പഠിച്ചു വെക്കുക. അത് ഉപയോഗിച്ചുള്ള ന്യൂമറിക്കലും പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താം. പിന്നെ F=ma, F= ഇത് എന്തായാലും 100% ആണ് ചോദ്യം വന്നിരിക്കും. പിന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, നമ്മൾ ക്രിക്കറ്റർ എന്താണ് കൈകൊണ്ട് പുറകോട്ട് ആക്കുന്നത് എന്നൊക്കെ ഒന്ന് പഠിച്ചേക്ക്, 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബാലൻസ്ഡ് അൺബാലൻസ് ഫോഴ്സ്, റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്കേ ഉള്ളൂ അവിടെ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കും, ചിലപ്പോൾ ചോദിക്കും. പിന്നെ ഇനേർഷ്യയുടെ 2 ടൈപ്പ് ഇനേർഷ്യ ഉണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, പിന്നെ ഇനേർഷ്യ ഓഫ് മോഷൻ, ജഡത്വത്തിന്റെ 2 ടൈപ്പ് ഉണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്കും. അതിന്റെ ആപ്ലിക്കേഷൻ ചോദ്യം ആയിരിക്കും കേട്ടോ, അതിന്റെ ഡെഫിനിഷൻ ഇതാണെന്നല്ല, ആപ്ലിക്കേഷൻ ചോദ്യം വരും. ഇവിടെ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണോ, ഇവിടെ ഇനേർഷ്യ ഓഫ് മോഷൻ ആണോ, അപ്പോൾ അതിന്റെ ചോദ്യങ്ങൾ ചെയ്തു എന്നുള്ള ഉറപ്പെടുത്തുക. പിന്നെ അഡീഷണലി ഇമ്പൾസിന്റെ ഫോർമുലയും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കും. ഇതാണ് ഫോർമുല, അത് ബേസിച്ച് ഒരു ന്യൂമറിക്കൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് ചെയ്തേക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഈ ചാപ്റ്റർ നിങ്ങൾ സേഫാണ്. ഗ്രാവിറ്റേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ, ഗുരുത്വാകർഷണത്തിൽ വരുമ്പോൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെന്താണ്, മാസും വെയിറ്റിൻ്റെ ഡിഫറൻസുകൾ പഠിച്ചു വെക്കുക. ഓക്കെ, മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുക, ബേസിക്കലി കോമൺ ബാലൻസ് ആണ്, വെയിറ്റിൻ്റെ സ്പ്രിംഗ് ബാലൻസ് ആണ്. പിന്നെ അല്ലാത്ത ഡിഫറൻസുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഫ്രീ ഫോളും വെയിറ്റ്ലെസ്നെസ്സിന്റെ കോൺസെപ്റ്റും അതിന്റെ സംഗതി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് പഠിച്ചു വെച്ചോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ചാപ്റ്ററിൽ ഞാൻ പറയുകയാണെങ്കിൽ വേരിയേഷൻ ഓഫ് വെയിറ്റ് ആണ് എർത്ത് ആൻഡ് സെലസ്റ്റിയൽ ബോഡീസ്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റിന്റെ ഇക്വേഷൻ m/g ആണ് അല്ലെ. m എന്ന് പറഞ്ഞാൽ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, മാറാൻ പോകുന്നില്ല. പക്ഷേ g എന്താണ്, എർത്തിൽ വേറെയാണ്, 9.8 ആണ്, മൂണിൽ വേറെയാണ്, ജൂപ്പിറ്ററിൽ വേറെയാണ്. അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റ് മാറൂലോ. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള ന്യൂമറിക്കലാണ്. ന്യൂമറിക്കൽ എന്തായാലും വരും, 100% ഉറപ്പാണ്, പഠിച്ചു വെച്ചുകൂടാ. പിന്നെ ഈ ഒരു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, പിന്നെ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, മാസ് ഡബിൾ ആക്കിയാൽ എന്ത് സംഭവിക്കും, ഡിസ്റ്റൻസ് ഡബിൾ ആക്കിയാൽ എന്ത്, ഫോഴ്സ് എത്രത്താണ് ആവുന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നതാണ്. അത് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടത്, ഉറപ്പ് വരുത്തിക്കൂടുക.
അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ കാൽക്കുലേറ്റ് ലോസ് ഓഫ് വെയിറ്റ്. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ്, ബോയൻ ഫോഴ്സ് ഒക്കെ ബേസിക്കലി സെയിം ആണ്. അത് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. അത് വെച്ചിട്ടുള്ള ഒരു ന്യൂമറിക്കൽ 90% ഉറപ്പാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചോളാം, അതും 90% ഉറപ്പാണ്. കാൽക്കുലേറ്റ് വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ് വാട്ടർ, ബേസിക്കലി ഡിസ്പ്ലേസ് വാട്ടറും ബോയൻ ഫോഴ്സും ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്, അതിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഭാഗത്ത് നിന്നൊക്കെ ന്യൂമറിക്കലൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെന്റും പഠിച്ചു വെച്ചോ. പിന്നെ ഫ്ലോട്ടേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷന്റെ സ്റ്റേറ്റ്മെന്റും പഠിച്ചു വെക്കുക. അതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് ഓരോന്നോരോന്നും പറയാനില്ല, എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഭാഗങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ന്യൂമറിക്കലായിരിക്കും അവിടെ നിന്ന് കൂടുതൽ വരാൻ ചാൻസ്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനും ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെന്റ് വരായിട്ട് വരാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ബോയൻ ഫോഴ്സ്, ഡെൻസിറ്റി ലിക്വിഡ് വെള്ളത്തിന്റെ കൂടിയാൽ ബോയൻ ഫോഴ്സ് കൂടുവോ, ഈ സാധനം പൊന്തി നിൽക്കുമോ താന്ന് നിൽക്കുമോ എന്നുള്ളതിന്റെ ചോദ്യങ്ങളുണ്ട്, അതെന്തായാലും പഠിക്കണം. വോളിയത്തിനനുസരിച്ചും എങ്ങനെയാണ് ബോയൻ ഫോഴ്സ് മാറാന്നുള്ളതിന് ചോദ്യങ്ങളുണ്ട്, അത് ഒന്ന് പഠിച്ചു വെക്കുക. 1-2 ചോദ്യം പഠിച്ചു വെച്ചാൽ സിമ്പിളാണ്. ഓക്കെ, വർക്ക് എനർജി എന്നുള്ളത് ഈ വർക്കിന്റെ ഫോർമുല പഠിച്ചു വെക്കണം, എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അവിടെ പഠിക്കേണ്ടത് പോസിറ്റീവ് വർക്ക് ആണോ, സീറോ വർക്ക് ആണോ, നെഗറ്റീവ് വർക്ക് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങളുണ്ട്, എന്തായാലും പഠിച്ചോ. പിന്നെ കൈനറ്റിക് എനർജിയുടെ ഫോർമുല പഠിച്ചു വെക്കുക, പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല പഠിച്ചു വെക്കുക, അതൊക്കെ എന്തായാലും വരും. ഒരു ഒബ്ജക്റ്റിനെ ഒരു ഹൈറ്റിലേക്ക് വരെ എത്തിക്കാനുള്ള വർക്കിന്റെ ഫോർമുല പഠിച്ചു വെക്കുക, MGH ആണ്, അതൊന്നും ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പവറിന്റെ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചേക്കുക, അത് ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യാനും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ എനർജി കൺവേർഷൻസ് കുറേ ഉണ്ട് അല്ലേ. അപ്പോൾ പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്, ഡാമിൽ എന്താണ് എനർജി കൺവേർഷൻ, മോട്ടർ, അങ്ങനെ പല പല ഡിവൈസിൽ എനർജി കൺവേർഷൻ, ഊർജ്ജ മാറ്റത്തിന്റെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ എന്തായാലും പഠിച്ചു വെക്കേണ്ടത്. പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ സേഫ് ആണ്, ഈസി ആയിട്ട് മാർക്ക് കിട്ടും. ഇലക്ട്രിക് കറന്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓംസിലും എന്തായാലും പഠിച്ചു വെക്കണം. അതിന്റെ ഇക്വേഷനും ചിലപ്പോൾ ന്യൂമറിക്കലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ കറണ്ടിന്റെ ഫോർമുലയും പഠിച്ചു വെച്ചേക്കും. കാൽക്കുലേറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. സീരീസും പാരലൽ 100% ഉറപ്പാണ്, ഇത് 100% ഉറപ്പാണ്. ഒരു ചോദ്യം വന്നിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സർക്യൂട്ട് എന്നുള്ള ചോദ്യം. പിന്നെ റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ടെമ്പറേച്ചർ, പിന്നെ മെറ്റീരിയൽ, അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ആ സംഗതിയൊക്കെ ബേസിക് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. പിന്നെ അമ്മീറ്ററും വോൾട്ട് മീറ്ററും തമ്മിലുള്ള ഡിഫറൻസുകൾ അതിനോടൊപ്പം തന്നെ പഠിക്കാൻ പറ്റിയൊരു സംഗതിയാണ് ഓരോന്നിന്റെ സിമ്പിളുകൾ. ഇത് സെല്ലാണ്, ഇത് ബാറ്ററിയാണ്, ഇതെന്താണ് സ്വിച്ച് ആണ്, അങ്ങനെ കീന്റെ സിമ്പിൾ, അങ്ങനെ പല പല സിമ്പിൾ ഉണ്ടല്ലോ, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചോ. പിന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാനും ഒരു ചോദ്യം വരും. സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാനും റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഒരുമിച്ചായിരിക്കും വരിക. അപ്പം അത് മൊത്തത്തിലൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്. അതല്ലാതെ കുറേ സൈഡ് സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ചാപ്റ്ററിൽ, അത് പഠിക്കണം. പക്ഷേ ഇതെന്തായാലും പഠിക്കണം. സൗണ്ട് ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പോൾ സ്പീഡിന്റെ കാര്യം ഒന്ന് പഠിക്കുക, സോളിഡിന്റെ, ലിക്വിഡിന്റെ, ഗ്യാസിന്റെ വാല്യൂസ് ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഡിഫറൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ വൈബ്രേറ്റിംഗ് പാർട്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾമോസ്റ്റ് ഷുവർ ആണ്. ഒരു സാധനം, ഒരു എന്താണ് ചെണ്ട അല്ലെങ്കിൽ നമ്മുടെ ത്രോട്ട് സൗണ്ട് ഉണ്ടാക്കിയ സമയത്ത് ഏതാണ് മെയിൻ വൈബ്രേറ്റിംഗ് പാർട്സ്, ഏതാണ് അസോസിയേറ്റഡ് വൈബ്രേറ്റിംഗ് പാർട്സ്, ആ വൈബ്രേറ്റിംഗ് പാർട്സ് എന്നൊരു ചോദ്യം 100% ഷുവർ കേട്ടോ. പിന്നെ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് അവരുടെ ചാലഞ്ചസ്, അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അവരെങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ചോദ്യം, ഏതെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെച്ചേക്കുക. എങ്ങനെ നമ്മൾ ഇയറിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ മെത്തേഡ്സും സിറ്റുവേഷൻസും, എങ്ങനെയാണ് നമ്മൾ അത് പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ സിറ്റുവേഷൻസും അതിൻ്റെ പ്രൊട്ടക്ഷൻ മെത്തേഡ്സും പഠിച്ചു വെക്കുക. പിന്നെ വോക്കൽ കോഡ്സിൻ്റെ ഫംഗ്ഷനും ലാലിങ്സും, എങ്ങനെയാണ് നമ്മുടെ ത്രോട്ടിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന കാര്യം കൂടെ പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിന് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിന് എന്ത് വന്നാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, അപ്പം ബേസിക്കലി ഓരോ ചാപ്റ്ററിനും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഏരിയാസ് ഏതാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി വിചാരിക്കുന്നു. ഇനി ഇത് മാത്രം പഠിക്കാനൊന്നുമല്ല, നിങ്ങളെല്ലാം പഠിക്കുന്ന കാര്യം പഠിക്കുക. അതിനോടൊപ്പം തന്നെ ഇത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സിന് ഒരു കാരണം പോലും, ഒരു ചോദ്യം പോലും നിങ്ങൾ വിടാൻ പാടില്ല, ഒരു കാര്യം പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലാതിരിക്കാൻ പാടില്ല. അത് 100% റിവൈസ് ചെയ്ത് സെറ്റാക്കി പോയാൽ പരീക്ഷ ഈസി, ജിങ്കലാല ജിഗിലാല. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ലൈവിൽ കാണാം.